കേരളത്തിൽ നാളെ ചെറിയ പെരുന്നാൾ. പൊന്നാനിയിൽ മാസപ്പിറ ദൃശ്യമായതോടെ നാളെ ശവ്വാൽ ഒന്നായിരിക്കുമെന്ന് വിവിധ ഖാസിമാർ അറിയിച്ചു. പെരുന്നാൾ നമസ്കാരത്തിനായി സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഈദ്ഗാഹുകളും മസ്ജിദുകളും ഒരുങ്ങിക്കഴിഞ്ഞു. 29 ദിവസം നീണ്ടുനിന്ന വ്രതശുദ്ധിയുടെ പരിശുദ്ധ നാളുകൾ. പ്രാർത്ഥനാ നിർഭരമായ രാപ്പകലുകൾക്കൊടുവിൽ ഇസ്ലാം മതവിശ്വാസികൾ നാളെ ചെറിയ പെരുന്നാൾ ആഘോഷിക്കും. മലപ്പുറം പൊന്നാനിയിൽ ശവ്വൽ മാസപ്പിറവി ദൃശ്യമായതോടെ വിവിധ ഖാസിമാർ നാളെ പെരുന്നാൾ പ്രഖ്യാപിക്കുകയായിരുന്നു. മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിൽ പിറകണ്ടതിന്റെ അടിസ്ഥാനത്തിൽ നാളെ ഈദുൽ ഫിത്ർ ആയിരിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നു. കടുത്ത ചൂടിനെ അതിജീവിച്ചാണ് ഇത്തവണ 29 ദിവസത്തെ റംസാൻ വ്രതം വിശ്വാസികൾ പൂർത്തിയാക്കിയത്. റമദാനിൽ കൈവരിച്ച ആത്മവിശ്വാസത്തിന്റെ കരുത്തുമായാണ് വിശ്വാസികൾ ചെറിയ പെരുന്നാളിലേക്ക് പ്രവേശിക്കുന്നത്. മസ്ജിദുകളിലും ഈദുഗാഹുകളിലും നടക്കുന്ന പെരുന്നാൾ നമസ്കാരങ്ങളിലും പ്രാർത്ഥനകളിലും വിശ്വാസികൾ പങ്കെടുക്കും. പുതുവസ്ത്രങ്ങളണിഞ്ഞ് മസ്ജിദുകളിലെത്തി പെരുന്നാൾ നമസ്കാരത്തിനു ശേഷം പരസ്പരം ആലിംഗനം ചെയ്തും സന്തോഷം പങ്കുവച്ചുമാണ് ഓരോരുത്തരും വീടുകളിലേക്ക് മടങ്ങുക. ശേഷം കുടുംബാംഗങ്ങൾ ഒത്തുചേർന്ന് ചെറിയ പെരുന്നാൾ സന്തോഷം പങ്കിടും. മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ തുടങ്ങിയ രാഷ്ട്രീയ പ്രമുഖർ വിശ്വാസി സമൂഹത്തിന് പെരുന്നാൾ ആശംസകൾ നേർന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും റിപ്പോർട്ടർ ടിവിയുടെ ഈദ് മുബാറക്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.